സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവുമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്നേഹവന്ദനം. ഭൂമുഖത്ത് ജനിച്ചു വീണ മഹാന്മാർ നിരവധിയാണ്. സാമൂഹിക പരിഷ്കർത്താക്കളും അനേകർ വന്നുപോയ ഭൂമി. നേതാക്കന്മാർക്കൊരു പഞ്ഞവും ഉണ്ടായിട്ടില്ല, രാജാക്കന്മാർക്ക് ഒരു കുറവും ഈ ഭൂമിയിലുണ്ടായിട്ടില്ല. ഇത്തരത്തിൽ വന്നുപോയ മനുഷ്യരെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കുമുള്ള അഭിപ്രായങ്ങൾ, ധാരണകൾ പലതായിരിക്കാം. എന്നാൽ ആ ധാരണകൾ, അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ലെങ്കിൽ പോലും ആ ധാരണകൾ തെറ്റായാലും ശരിയായാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കാര്യമായിട്ടൊന്നും അത് ബാധിക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ ലോകത്തിൻ്റെ മധ്യേ പിറന്നു വീണ നിസ്തുലനായ യേശു ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടത്തെക്കുറിച്ച് ശരിയായ ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. യേശു ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് തെറ്റായ ധാരണ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ അത് നമുക്ക് വലിയ നഷ്ടമായി തീരും. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ശരിയായ അറിവും ബോധ്യവും വിശ്വാസവും നന്മകളിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ജീവനിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കുന്നതാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു എന്ന നിസ്തുലനായ വ്യക്തിയെക്കുറിച്ച്, കർത്താവിൻ്റെ 3 സ്ഥാനങ്ങളെക്കുറിച്ച് ഇന്ന് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഈ വചനധ്യാനത്തിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണയിൽ, ശരിയായ ഒരു കാഴ്ചപ്പാടിൽ എത്തിച്ചേരുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനും ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് പ്രാരംഭമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെക്കുറിച്ച് തിരുവെഴുത്തുകൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് അവിടുന്ന് രക്ഷകനാണ് എന്നത്. രക്ഷകനായ യേശുക്രിസ്തു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നാമമാണ്, ഒരു വിശേഷണമാണ്. യേശുവിനെ രക്ഷകൻ എന്ന് പറയുമ്പോൾ അനേകരും ധരിച്ചു വച്ചിരിക്കുന്നത് രോഗത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നവൻ, സാമ്പത്തികമായ കടബാധ്യതകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നവൻ, അവൻ്റെ ജീവിതത്തിൻ്റെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് അവനെ ഉയർത്തുവാൻ വന്ന ആ ഒരു രക്ഷകൻ എന്ന നിലയിലാണ്. ഇത് സത്യമായിരിക്കുമ്പോൾ തന്നെ അപൂർണമാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ലോകത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവ് എന്ന തിരുവെഴുത്തുകൾ നമ്മെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു വിശേഷ അർത്ഥത്തിലാണ്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സംബന്ധിച്ചാണ്. ആ വിഷയം മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമായ, മനുഷ്യവർഗത്തെ ഗ്രസിച്ചിരിക്കുന്ന പാപമെന്ന് പറയുന്ന ആ അടിസ്ഥാന പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, ഈ പാപത്തിൻ്റെ ശിക്ഷാവിധിയിലേക്ക് മനുഷ്യരെല്ലാം നടന്ന് മുന്നേറിപ്പോകുമ്പോൾ ആ വലിയ അപകടത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി, അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന രക്ഷകനാണ് യേശു എന്ന സത്യം നാം ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും അറിയാതിരിക്കുവാൻ അനുവാദമില്ലാത്ത സത്യമാണ്. ഇന്ന് ദൈവം നിങ്ങളെ ഈ സത്യത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വാർത്തയറിയിച്ച സ്വർഗത്തിലെ ദൂതന്മാർ പറഞ്ഞത്, ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നാണ്. യേശുവിന് പേരിടുവാനായി
അദ്ദേഹത്തിൻ്റെ വളർത്തുപിതാവായ ജോസഫിനോട് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്നാണ്. ഈ യേശുവിനെ ലോകരക്ഷിതാവ് എന്നാണ് ശമരിയിലെ മനുഷ്യർ അനുഭവിച്ച് മനസ്സിലാക്കിയത്. അവരതിനെക്കുറിച്ച് നടത്തിയ പ്രഖ്യാപനം അതാണ്. ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു വേദഭാഗം നമുക്ക് പരിചയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവിടുന്ന് മശിഹായാണെന്ന് പരിചയപ്പെടുത്തി ആ സ്ത്രീ പോയി തൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ മറച്ചു വച്ചിരുന്ന രഹസ്യങ്ങളിലേക്ക് ഉൾക്കാഴ്ചയുള്ളൊരു മനുഷ്യൻ വന്നിരിക്കുന്നു, അവൻ മശിഹായായിരിക്കുമോ എന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വാർത്ത കേട്ട, ഈ സാക്ഷ്യം കേട്ട മനുഷ്യർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒഴുകി വന്നു. അവിടുന്ന് ആരാണ് എന്നവർ മനസ്സിലാക്കി. അതിനുശേഷം അവർ പറയുകയാണ്, നീ സാക്ഷാൽ ലോക രക്ഷിതാവാകുന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷിതാവാണ്. അഥവാ ലോകത്തിലെ സകല ജനവിഭാഗങ്ങളുടെയും, ലോകത്തിൽ ജനിച്ചു വീണ ഏതു മനുഷ്യൻ്റെയും പാപപരിഹാരകനാണ്, പാപത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്ന രക്ഷകനാണ് യേശു എന്ന ബോധ്യത്തിലേക്കാണ് നാം ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. ഈ അറിവൊഴികെ മറ്റേത് അറിവുകളും യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്കുണ്ടായി എന്ന് പറയുന്നത് കൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യേശു രക്ഷകനാണ്. എൻ്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ, എൻ്റെ പാപങ്ങൾക്ക് പകരമായി കാൽവരിയിൽ യാഗമായി തീർന്ന്, എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന എൻ്റെ പാപപരിഹാരകൻ എന്ന് തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ, അങ്ങനെ തന്നെ അവിടുത്തെ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ യേശുവിൻ്റെ രക്ഷയ്ക്ക് നമ്മൾ അവകാശികളായി തീരും. യേശു ഒരുക്കി വെച്ച രക്ഷ നമ്മുടെ ജീവിതത്തിലും അനുഭവിച്ച് അറിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നതാണ്. അതുകൊണ്ട് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് യേശു രക്ഷിതാവാണ് എന്ന വസ്തുതയാണ്. യേശു രക്ഷകനാണ് എന്ന് തിരുവെഴുത്തുകൾ പറയുമ്പോൾ ഒന്നുകൂടി പറയുന്നുണ്ട്, ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അഥവാ യേശു മാത്രമാണ് മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകൻ. നമുക്ക് ധാരാളം സാമൂഹിക പരിഷ്കർത്താക്കന്മാരുണ്ട്, പക്ഷേ ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ. നമുക്ക് ധാരാളം ഗുരുക്കന്മാരുണ്ട്, പക്ഷേ ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ. നമുക്ക് ധാരാളം പ്രവാചകന്മാരുണ്ട്, പക്ഷേ ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ. പാപികളെ നിഗ്രഹിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വന്ന നിരവധി അവതാരങ്ങൾ നമുക്കുണ്ട്. എന്നാൽ പാപിയെ സ്നേഹിച്ച് പാപം പരിഹരിക്കുവാൻ വന്ന ഒരേ ഒരു അവതാരമേ നമുക്കുള്ളൂ. അത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, യേശു നിങ്ങളുടെ രക്ഷിതാവാണ്, താങ്കളുടെ രക്ഷിതാവാണ്. താങ്കളെ കൂടി കണ്ടുകൊണ്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് തിരിച്ചറിയുക. താങ്കളുടെ പാപങ്ങൾ കൂടിയാണ് യേശു കാൽവരിയിൽ ഏറ്റെടുത്തത് എന്ന് തിരിച്ചറിഞ്ഞ് ആ യേശു എന്ന രക്ഷിതാവിനെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ഇന്ന് ദൈവം നിങ്ങൾക്കിടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെക്കുറിച്ച് തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യം അവിടുന്ന് രാജാവാണ് എന്നതാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിങ്കൽ മനുഷ്യ അവതാരത്തിൽ അവിടുന്ന് വന്നപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യൻ, ഒരു തികഞ്ഞ മനുഷ്യനായി അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ചു. മനുഷ്യൻ്റെ സകലവിധ ബലഹീനതകളും ഉള്ളവനായി അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ചു. അവിടത്തേക്ക് വിശന്നു, അവിടത്തേക്ക് ദാഹിച്ചു, അവിടുന്ന് ക്ഷീണിച്ചു, അവിടുന്ന് ഉറങ്ങി, അവിടുന്ന് വിശ്രമിക്കുകയും ഒക്കെ ചെയ്തതായി തിരുവെഴുത്തുകൾ നമ്മളോട് പറയുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിനെയും ക്രിസ്തീയ വിശ്വാസത്തെയും വിമർശിക്കുന്ന വിമർശകരായ ആളുകൾ പറയുന്നത്, അതാ നോക്കുക വിശ്രമിക്കുന്ന ഒരു ദൈവം, അതാ നോക്കുക വിശക്കുന്ന ഒരു ദൈവം, അതാ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു ദൈവം. ഇത്ര ബലഹീനനാണോ നിങ്ങളുടെ ദൈവം? ഇതാ അതിനുമപ്പുറത്തേക്ക് പോയിട്ട് മരിക്കുന്ന ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അത് യേശുവിൻ്റെ ഒരു മുഖം മാത്രമാണ്, യേശുവിനെക്കുറിച്ചുള്ള ഒരു വശം മാത്രമാണ്. ഇങ്ങനെ ബലഹീനനായി ലോകത്തിലേക്ക് വന്നവൻ, മനുഷ്യൻ്റെ ബലഹീനതകളെ ഏറ്റെടുത്തവൻ, വലിയൊരു ബലഹീനനെ പോലെ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടും മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ടും കൊല്ലപ്പെട്ടവൻ ഒരിക്കൽ കൂടി വരാനായിട്ട് പോവുകയാണ്, ഒരിക്കൽ കൂടി വരുവാനായിട്ട് പോവുകയാണ്. അത് ബലഹീനതകളുടെ ആവരണം ധരിച്ചുകൊണ്ടല്ല, അവിടുന്ന് രാജാവായി ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും കൂടി നാം ഓർത്തിരിക്കണം. തിരുവെഴുത്തുകൾ ആ സത്യം പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചതിന് ശേഷം കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തി ചോദിച്ച ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവായി പിറന്നവൻ എവിടെ? അതെ, യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു രൂപം കൂടി ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക.
കാൽവരിയിൽ അറക്കപ്പെട്ട കുഞ്ഞാടായി ജീവനർപ്പിച്ചവൻ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായി വരുന്ന ഒരു ദിവസമുണ്ട് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുന്ന സമയത്ത് അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ രണ്ട് വശങ്ങളിലുമായി രണ്ട് ദുഷ്പ്രവൃത്തിക്കാരെ കൂടി റോമൻ പടയാളികൾ ക്രൂശിച്ചു. ആ ക്രൂശിൽ ഒരു വശത്ത് കിടന്ന ദുഷ്പ്രവൃത്തിക്കാരനായ മനുഷ്യൻ വളരെ വിചിത്രമായ ഒരപേക്ഷ യേശുവിന് മുമ്പാകെ വയ്ക്കുകയാണ്. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മനുഷ്യനെ നോക്കി പറയുവാൻ കൊള്ളാവുന്ന ഒരപേക്ഷയാണോ അത് എന്നത് വിചിത്രമായ ഒരു കാര്യമാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യന് മനസ്സിലായി. അവൻ ഏറ്റുപറഞ്ഞു, നാമോ ന്യായമായിട്ടുള്ളതിന് ശിക്ഷ അനുഭവിക്കുന്നു, എന്നാൽ ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ മരണത്തിന് പ്രത്യേകതയുണ്ട്, ഈ വ്യക്തിക്ക് പ്രത്യേകതയുണ്ട്. ഇവൻ വെറുമൊരു സാധാരണക്കാരനായ മനുഷ്യനല്ല. അവിടുന്ന് തിരുവെഴുത്തുകൾ പറയുന്ന യഹൂദന്മാരുടെ രാജാവായ മശിഹായാണ് എന്ന തിരിച്ചറിവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ നയിച്ചു. അവൻ്റെ ഹൃദയം തുറന്നു, അവൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ പറയുകയാണ്, നീ രാജാവായി വരുമ്പോൾ എന്നെ ഓർക്കണം. കർത്താവ് അവനോട് പറഞ്ഞ മനോഹരമായ വാക്കുകളാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ആയിരിക്കും. യേശുവിനെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞ അവന് രക്ഷയുടെ നിത്യജീവൻ്റെ വാതിൽ യേശു തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാജാവായി വരുന്നവനാണ് യേശു. ക്രൂശിൽ മരിച്ച് മണ്ണടിഞ്ഞു പോയ ഒരു വ്യക്തിയല്ല യേശു. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ഇനി അവിടെ നിന്ന് രാജാവായി വീണ്ടും വരും എന്ന തിരുവെഴുത്തുകളിൽ അനേക വേദഭാഗങ്ങൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്. യേശു രാജാവാണ് എന്ന് കേൾക്കുമ്പോൾ, യേശു രാജാവാണെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് രാജാവായി ഭരിച്ചത് എന്ന് ചോദിക്കുന്ന പരിഹാസികളുണ്ടെന്നാൽ അവർക്കൊക്കെയുള്ള മറുപടി എന്ന് പറയുന്നത് യേശുവിൻ്റെ രാജത്വം അത് വരുവാൻ പോകുന്നതാണ്. യേശു രാജാവായി വരുവാൻ പോകുന്നു എന്ന ഭാവികാല സംഭവത്തെക്കുറിച്ചാണ് തിരുവെഴുത്ത് പറയുന്നത്. അതുകൂടി ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ 19-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവവും കർത്താവും രാജത്വം ഏറ്റിരിക്കുന്നു. പിന്നീട് 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ളൊരു നാമവും അവനുണ്ട്. അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്നു പേർ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. എന്നിട്ട് പറയുകയാണ്, രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവിടുന്ന് രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അങ്ങനെ യേശു വെള്ളക്കുതിരപ്പുറത്ത് കയറി പഴയ നിയമത്തിൻ്റെ താളുകളിൽ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം വാഗ്ദത്തം ചെയ്ത രാജ്യം സ്ഥാപിക്കുവാൻ, യെരുശലേം തലസ്ഥാനമാക്കി മശിഹൈക രാജ്യം സ്ഥാപിക്കുവാൻ ഇതാ രാജാവായി യേശു വരുവാനായിട്ട് പോവുകയാണ്. ആ യേശു രാജാവായി വരുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ പറയുമ്പോൾ, സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുമുള്ള സകലരുടെയും മുഴങ്കാലുകൾ അവൻ്റെ മുമ്പിൽ മടങ്ങാനായിട്ട് പോവുകയാണ്. ഇന്ന് പലർക്കും യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ ദൈവമായി കാണുവാൻ മടിയുള്ളവരുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തോ, ഇന്ന് മുട്ടുമടക്കിയില്ലെങ്കിൽ നാളെ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും യേശു എന്ന രാജാതിരാജാവിൻ്റെ കർത്താതി കർത്താവിൻ്റെ മുമ്പിൽ മനുഷ്യരൊക്കെ മുട്ടുമടക്കേണ്ടതായിട്ട് വരും. അവിടത്തേക്ക് മഹത്വം അർപ്പിക്കേണ്ടതായിട്ട് വരും. അവൻ്റെ മുമ്പിൽ വീഴേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതകാലത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സമയത്ത് യേശുവിനെ ആയിരിക്കുന്നത് പോലെ അവിടുത്തെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അവിടുന്ന് വാസ്തവത്തിൽ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാതാരവിന്ദങ്ങളിലേക്ക് മുട്ടുകുത്തി വീഴുവാൻ, അവിടുത്തെ മഹത്വം ഏറ്റുപറയുവാൻ, യേശുവേ നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ രാജാവ് കൂടിയാണ് എന്ന് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് ഇന്ന് സാധിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ജീവിതങ്ങൾ എത്ര ധന്യമായി തീരും. ഇനിയും തിരുവെഴുത്തുകൾ ധാരാളം കാര്യങ്ങൾ യേശുവിൻ്റെ രാജത്വത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എത്രയോ മഹത്തായ വാക്കുകളാണ്, വിശേഷണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുന്ന് നീതിയുടെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നൊക്കെയാണ്. യേശു ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിച്ച് ഭരിക്കുമ്പോൾ
ഇവിടെ സമാധാനം സ്ഥാപിതമാകും, ഇവിടെ നീതി സ്ഥാപിതമാകും. ഇന്ന് ലോകത്തെ ഭരിക്കുന്ന ന്യായാധിപന്മാർ, അതുപോലെ തന്നെ നേതാക്കന്മാർ, ഭരണകർത്താക്കന്മാർ, രാജാക്കന്മാർ, അവർക്കൊക്കെ സമ്പൂർണ്ണമായ നീതി നടത്തുവാനായിട്ട് കഴിവില്ലാതിരിക്കുമ്പോൾ, അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ കൊച്ചു പരിധിക്കുള്ളിൽ പോലും സമാധാനം സ്ഥാപിക്കുവാൻ കഴിവില്ലാതിരിക്കുമ്പോൾ, ഇതാ യേശു എന്ന രാജാവ് സമാധാനത്തിൻ്റെ പ്രഭുവായി സമാധാനം സ്ഥാപിക്കുവാൻ ഇറങ്ങി വരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ അവൻ കഷ്ടമനുഭവിക്കുന്ന ദാസനായി വന്നു, ഇനി എവിടുന്ന് ഭരിക്കുന്ന രാജാവായി വരും. ഒരിക്കൽ അവൻ കുഞ്ഞാടായി വന്നു, ഇനി എവിടുന്ന് യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായി വരും. ഒരിക്കൽ അവിടുന്ന് മുൾക്കിരീടം ധരിച്ച് മനുഷ്യരുടെ മുമ്പാകെ മിണ്ടാതെ നിന്നു, ഇനി അവിടുന്ന് മഹത്വത്തിൻ്റെ കിരീടം ധരിച്ച് ആരാധ്യനായി സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദിവസം വരുന്നു. ഒരിക്കൽ അവിടുന്ന് കാലിത്തൊഴുത്തിൽ മൃഗങ്ങളുടെ അകമ്പടിയോടെ ജനിച്ചു വീണെങ്കിൽ, ഇനി അവിടുന്ന് മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ലോകത്തിലേക്ക് എഴുന്നള്ളാനായിട്ട് പോവുകയാണ്. ഒരിക്കൽ അവിടുന്ന് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്നെങ്കിൽ, ഇനി വെള്ളക്കുതിരപ്പുറത്ത് രാജാതി രാജാവും കർത്താതി കർത്താവുമായി അവിടുന്ന് വരാനായിട്ട് പോവുകയാണ്. ആ കാലം ഇനി അധികം നാളൊന്നും മുമ്പോട്ട് പോവുകയില്ല. പ്രിയമുള്ളവരെ, അവിടുത്തെ വരവെടുത്തിരിക്കുന്നു. രാജാതി രാജാവായ ക്രിസ്തു വരും. മൂന്നാമത് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് അവിടുന്ന് ന്യായാധിപൻ കൂടിയാണ്. അവിടുന്ന് രക്ഷകനാണ്, അവിടുന്ന് രാജാവാണ്, അതുമാത്രമല്ല അവിടുന്ന് ന്യായം വിധിക്കുന്ന ന്യായാധിപതിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എല്ലാവരും പിതാവിനെ ബഹുമാനിക്കേണ്ടതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുന്നു, യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു. നമ്മളൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളായ മനുഷ്യർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കേൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ ദിവസം വരുന്നു എന്നുള്ളത് തിരുവെഴുത്തുകൾ അടിവരയിട്ട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ദിവസം വരുന്നെങ്കിൽ ഈ യേശു എന്ന ന്യായാധിപൻ്റെ ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നതാണ്, നാം എല്ലാവരും യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി പരിചയപ്പെടുവാനായിട്ട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ ന്യായാധിപൻ എന്ന നിലയിൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം മുന്നറിയിപ്പായിട്ട് സ്നേഹത്തോടെ തന്നെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ചിരിച്ച് പരിഹസിച്ച് തള്ളുന്ന പ്രിയ സ്നേഹിത, യേശു ന്യായാധിപനായി വരുമ്പോൾ ഒരു മനുഷ്യനും അവിടെ നിന്ന് മാറി നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. മരിച്ചവർ ആബാലവൃദ്ധം എഴുന്നേറ്റ് വരുന്ന ആ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നാം എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായിട്ട് വരും. ഇന്ന് നമ്മൾ ഒരുപക്ഷെ സംഘടനയുടെ ബലത്തിൽ, സമുദായത്തിൻ്റെ ബലത്തിൽ, അങ്ങനെയുള്ള പല സംഘങ്ങളുടെയും ബലത്തിൽ നമ്മൾ നിന്ന് യേശുവിനെ വെല്ലുവിളിക്കുമ്പോൾ, യേശുവിനെ തള്ളിക്കളയുമ്പോൾ ഓർത്തുകൊള്ളുക, ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും അന്ന് നിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഉണ്ടാവുകയില്ല. അവിടെ ആകാശവും ഭൂമിയും ഓടിപ്പോയി. മനുഷ്യർ നിസ്സഹായനായി സൃഷ്ടാവും ന്യായാധിപനുമായ ഈ യേശുവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ, ജീവിതത്തിൻ്റെ കണക്കെഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ തുറക്കുമ്പോൾ, ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിൻ്റെ ചിന്തകൾക്കും നിൻ്റെ വാക്കുകൾക്കും നിൻ്റെ പ്രവൃത്തികൾക്കും അനുസരിച്ച് നിന്നെ ഈ യേശു ന്യായം വിധിക്കുമ്പോൾ നിൻ്റെ ശിരസ് നിവർന്നു നിൽക്കുമോ എന്നുള്ള കാര്യം ഇന്ന് ചിന്തിക്കേണ്ടതാണ്. മാനസാന്തരപ്പെടുക എന്ന് ദൈവവചനം കൽപ്പിക്കുകയാണ്. ഇങ്ങനെയൊരു ന്യായവിധി വരുന്നുണ്ടെൻ്റെ പ്രിയ സ്നേഹിത. ജീവിതത്തിൽ തോന്നിവാസമൊക്കെ കാണിച്ച് ജീവിക്കാൻ നമുക്ക് കുറച്ച് നാൾ, പക്ഷേ ഇത് അധികം കാലം മുന്നോട്ട് പോവുകയില്ല. ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കാം, പക്ഷെ അധികം നാൾ മുമ്പോട്ട് പോവുകയില്ല. ഈ കർത്താവിന് മുമ്പിൽ നീ നിൽക്കേണ്ടി വരും. പലരും വിചാരിക്കും ഇന്ന് യേശുവിനെ ചീത്ത വിളിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യർ വളരെ മിടുക്കന്മാരായി ജീവിക്കുന്നുണ്ടല്ലോ. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ഈ പറയുന്നത് പോലൊരു യേശു ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ തക്കതായ മറുപടി കൊടുക്കുകയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. യൂദ അതിന് മറുപടി തരുന്നുണ്ട്. യൂദായുടെ ലേഖനം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു. കളിക്കേണ്ട കാര്യമല്ല കേട്ടോ. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ, അവിടെ നിന്ന് ന്യായാധിപനായിരിക്കുമ്പോൾ, മനുഷ്യർ തനിക്ക് നേരെ പറഞ്ഞ സകലവിധ കാര്യങ്ങളെയും
അവിടെ വിസ്തരിക്കപ്പെടും, ന്യായം വിധിക്കപ്പെടും. യേശുവിനെ ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, പക്ഷെ നാളെ അവിടുത്തെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തുകൊള്ളുക. എൻ്റെ പ്രിയമുള്ളവരെ, അപകടകരമായ ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കുവാനായിട്ട് നമുക്ക് ദൈവം കൃപ നൽകട്ടെ. കാരണം ആ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു മനുഷ്യൻ പോലും ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അവിടെ നിന്നെല്ലാവരും തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുവാനായിട്ട് പോവുകയാണ്. ഈ യേശുവിനെ, രക്ഷകനായി അവതരിച്ച യേശുവിനെ, രക്ഷകനായി ബലഹീനനായി മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച ഈ യേശുവിനെ, മരിച്ചുയർത്തെഴുന്നേറ്റ രക്ഷകനായ യേശുവിനെ ഇന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇന്ന് നിങ്ങൾക്ക് വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു രാജാവായി മടങ്ങി വരുമ്പോൾ ആ സമാധാനത്തിൻ്റെ, നീതിയുടെ രാജ്യത്തിൽ നിങ്ങൾക്കും അവകാശമുണ്ടാകും. അതല്ല, ഈ യേശുവിനെ ഇന്ന് നിങ്ങൾ തള്ളിക്കളയുന്നുവെങ്കിൽ നാളെ ന്യായാധിപനായി വരുന്ന ആ യേശുവിനെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഒരു മനുഷ്യനും കഴിയുന്നതല്ല. ഞാൻ വെറുതെ ഭീഷണിപ്പെടുത്തുവാൻ പറഞ്ഞതല്ല, ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്ന സത്യങ്ങളാണ് ഈ പങ്കുവച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. രക്ഷകനായി യേശുവിനെ സ്വീകരിച്ച് രാജാവായി അവിടുത്തെ മഹത്വപ്പെടുത്തി കർത്താവിനോട് കൂടെ നിത്യമായി വസിക്കുവാൻ, ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി ക്രിസ്തുവിനോട് കൂടെ വാഴുന്നവരായി തീരുവാൻ ദൈവം ഇന്ന് വചനം കേട്ട എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരുവരനേശുവിൻ മഹിമകൾ പാടാ, ഒരുമയോടൊന്നായി അണയുക നാം. നിരുപമമാകും നിർമ്മല വചനം, സത്യവും ജീവനും നീ മാത്രം. നിരുപമമാകും നിർമ്മല വചനം, സത്യവും ജീവനും നീ മാത്രം. നീതി തന്നിറവേ, പാറ തന്നുറവേ, നീ മാത്രമെന്നിൽ വാഴേണം. നീതി തന്നിറവേ, പാറ തന്നുറവേ, നീ മാത്രമെന്നിൽ വാഴേണം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാ, ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാ, ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവുമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാ, ഒരുമയോടൊന്നായി അണയുക നാം. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ അറിവാണ് നമ്മെ യഥാർത്ഥമായിരിക്കുന്ന ജീവനിലേക്ക് നയിക്കുന്നത്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു രക്ഷകനാണ് എന്നുള്ള അറിവാണ് അത് കർത്താവിനെക്കുറിച്ചുള്ള ശരിയായ അറിവ്. ആ അറിവ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കാണ് അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. യേശു ക്രിസ്തു രക്ഷകനാണ് എന്നുള്ള വാസ്തവമായിരിക്കുന്ന അറിവ് ഇല്ലാതെ ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് യേശു ക്രിസ്തു സത്യദൈവമാണ്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, മാത്രമല്ല യേശു ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരകനാണ്. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ നോക്കി ആ ക്രൂശുമരണത്തിൽ വിശ്വാസമർപ്പിക്കുന്ന, കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന്
വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന, അതിനെ വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കുവാനായിട്ട്, അതേ രക്ഷ ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വചനങ്ങൾ കേട്ട പ്രിയ സ്നേഹിതരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസം അത് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുകയും ആ ദൈവമാകെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് രക്ഷ സാധ്യമാക്കുവാനായിട്ട് കഴിയും. അവിടെയാണ് നമ്മുടെ പാപത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരം വരുന്നത്. അവിടെയാണ് നമ്മുടെ മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തെ നമുക്ക് ഉറപ്പാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി അതെ ഈ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നത് എന്ന് ഞങ്ങൾ വചനത്തിലൂടെ കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം പകരുന്നത് അവിടുത്തെ വചനമാണ്. അതേ വചനം ഞങ്ങളോട് പറയുന്നു, അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന രക്ഷകനെ അറിയുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രക്ഷയ്ക്കുമുള്ളതായിരിക്കുന്ന മാർഗം. അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥമായിരിക്കുന്ന അതേ പാപപരിഹാരവും രക്ഷയും കൈവരുന്നത് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും ആ നിലയിൽ വിശ്വസിക്കുവാൻ ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവസനിൽ ഹൃദയങ്ങളെ പകരുവാൻ, ആ കർത്താവിൽ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി ആശ്രയിക്കുവാൻ, അതേ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ, വിടുതൽ അനുഭവിക്കുവാൻ, നിത്യജീവൻ്റെ ഉറപ്പ് അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.